ഞാനിങ്ങോട്ട് വരുന്ന വഴി തന്നെ നമ്മൾ എത്രയോ തവണ ജോലി സംബന്ധമായ കാര്യങ്ങൾക്കും സ്വകാര്യ യാത്രകൾക്കുമൊക്കെ എത്തിയതാണ് വയനാട്ടിലേക്ക്. പക്ഷേ ആ വരുമ്പോഴൊക്കെ നമുക്ക് വയനാട് ഭയങ്കര സുന്ദരമായ കാഴ്ചയാണ്, നമുക്ക് പച്ചപ്പാണ് നിറയെ. പക്ഷേ ഞാൻ ഈ ബസ്സിലേക്ക് വരുമ്പോഴൊക്കെ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിലും മൊത്തത്തിലൊരു ഒരു ശോകം തിങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ഈ ചുരം കയറുമ്പോൾ തന്നെ അനുഭവപ്പെടുക. എന്ന് മാത്രമല്ല, മധു പറഞ്ഞതുപോലെ ഞാനൊരു ആലപ്പുഴക്കാരനാണ്, കുട്ടനാട്ടുകാരനാണ്. അതുകൊണ്ട് ഈ ക്യാമ്പുകൾ ഞങ്ങൾക്കത്ര പുതുമയുള്ള കാര്യമല്ല. സ്ഥിരമായി വെള്ളം പോകുന്ന സമയത്തൊക്കെ അവിടെ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട്. ഈ തൊട്ട് ഒരു മാസം മുമ്പും അവിടെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉണ്ടാകുന്നത്. പക്ഷേ ആ ക്യാമ്പുകളിലേക്കൊക്കെ ആളുകൾ വരുന്നത് ഒരു 2-3 ദിവസം കഴിയുമ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോകാം. അഥവാ വെള്ളം കയറിയാൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ കണ്ടതാണ് പ്രളയ സമയത്തൊക്കെ. പക്ഷേ നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ പറ്റും. എന്ന് മാത്രമല്ല, ഈ വെള്ളം കയറി വരുന്ന സമയം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാനുമൊക്കെ സാധിക്കും. വളരെ ചുരുക്കം ചില വിരലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അത്തരത്തിൽ വെള്ളത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നത്. സ്വാഭാവിക നിലയിൽ ഉണ്ടാകുന്ന മഴക്കാലത്തൊക്കെ അങ്ങനത്തെ വെള്ളക്കെട്ടിലൊക്കെ വീട് മരിക്കുന്നത് നാമമാത്രമായ വിരലെണ്ണാവുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ വിഷമമൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ഒരു ആക്ടിവിറ്റിയൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ എല്ലാവരും ഒന്നിച്ചിരിക്കുകയും സംസാരിക്കുകയും കളിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ്. ആലപ്പുഴക്കാരെ സംബന്ധിച്ചിടത്തോളം ദുരിതാശ്വാസ ക്യാമ്പുകൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോകുന്നവരാണ് കുട്ടനാട്ടിലെ ഭൂരിഭാഗം ആളുകളും. പക്ഷേ നമ്മൾ ഈ വയനാട്ടിലെ ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ വരുമ്പോൾ ഒരു ഗ്രാമം മുഴുവൻ ഒരു ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ഇവിടെ നിന്ന് അവർ ഇറങ്ങിയാൽ എവിടേക്ക് പോകും എന്നുള്ളൊരു വളരെ വളരെ അവരുടെ ഒരു വളരെ ദുഃഖകരമായ നമുക്ക് അത് അനുഭവിച്ചവർ നാം അനുഭവിക്കാത്ത ജീവിതങ്ങളെല്ലാം നമുക്ക് വെറും കെട്ടുകഥകളാണെന്ന് സാഹിത്യകാരന്മാർ പറഞ്ഞതുപോലെ തന്നെ അത് നമ്മൾ കണ്ടറിയുകയോ അല്ലെങ്കിൽ അനുഭവിക്കുകയോ ചെയ്താൽ മാത്രമേ അതിൻ്റെ ഒരു തീവ്രത നമുക്ക് മനസ്സിലാവുകയുള്ളൂ. പക്ഷേ അപ്പോഴും സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രതീക്ഷയുടെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വല്ലാത്ത മാനസികാവസ്ഥയിലൊക്കെയാണ്. അവരുടെ വീട് പോയി, വേണ്ടപ്പെട്ടവർ പോയി, സ്കൂൾ പോയി, അങ്ങനെയൊക്കെയുള്ള മധു പറഞ്ഞതുപോലെ ഒരു വല്ലാത്തൊരു ട്രോമയിലാണ് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ അവർ പതുക്കെ കുട്ടികളാണ്. മറവി നമുക്ക് നൽകിയിരിക്കുന്നത് പല കാര്യങ്ങളും മറക്കാൻ കൂടിയാണ്. മറവി നല്ലതാണെന്ന് പലരും പറയാറുണ്ട്, പല ആളുകളും, പല സാഹിത്യകാരന്മാരൊക്കെ. അതുപോലെ ഈ മറവി മറന്നുകൊണ്ട് അല്ലെങ്കിൽ അവർക്കുണ്ടായ വലിയൊരു ദുരന്തം മറന്നുകൊണ്ട് പതുക്കെ ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. പ്രത്യേകിച്ച് കുട്ടികൾ അവരിങ്ങനെ വീട്ടിലാകുമ്പോൾ നമുക്കറിയാം, അവധിയൊക്കെ ആണെങ്കിൽ അവർക്ക് മൊബൈലോ അല്ലെങ്കിൽ നാട്ടിൻപുറമാകുമ്പോൾ കുറച്ചുകൂടെ കുട്ടികളൊക്കെ തമ്മിൽ വളരെ അടുപ്പവും സുഹൃത്തുക്കളും ഒക്കെ കാണും, അവർ കളിക്കുമ്പോൾ ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് അവർ പറിച്ചു നഷ്ടപ്പെട്ടപ്പോൾ അവർക്ക് നഷ്ടമായത് അവരുടെ സ്വത്തും മാത്രമല്ല, അവരുടെ ഒരു നല്ല സമയങ്ങൾ കൂടിയാണ്. അത് വീണ്ടെടുക്കാനുള്ള ശ്രമമാണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. പതുക്കെ മനുഷ്യന് മറവി നൽകിയിരിക്കുന്നത് തന്നെ ഇതൊക്കെ മറന്ന് പുതിയ കാര്യങ്ങളിലേക്കൊക്കെ പോകാൻ കൂടി വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പതുക്കെ ആളുകൾ ജീവിതത്തിലേക്ക്, പ്രത്യേകിച്ച് കുട്ടികളെങ്കിലും ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നത് ഏറെ സന്തോഷകരമായ കാര്യമാണ്.